മിശിഹായിൽ സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, തോമാസ് ശ്ലീഹായുടെ ഭാരത പര്യടനവും സുവിശേഷവൽക്കരണവും ഒരു ഐതിഹ്യമോ പാരമ്പര്യമോ മാത്രമാണെന്ന് വാദിക്കുന്ന ഒരു കൂട്ടം ചരിത്രകാരന്മാരുടെയും സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവികളുടെയും ഇടയിൽ തോമാസ് ശ്ലീഹ 1-ാം നൂറ്റാണ്ടിൽ ക്രിസ്തുവിൻ്റെ സുവിശേഷവുമായി ഭാരതത്തിലേക്ക് കടന്നു വന്നുവെന്ന് വിശ്വസിക്കുവാൻ സഭയെ പ്രാപ്തമാക്കുന്ന ഇപ്രകാരമുള്ള സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന സുവിശേഷ ഭാഗമാണ് ഉയർപ്പ് കാലത്തിലെ 2-ാം ഞായറാഴ്ച, പുതു ഞായറാഴ്ചയായി ഇന്ന് സഭ നമ്മുടെ വിചിന്തനത്തിനും പ്രാർത്ഥനയ്ക്കുമായി നൽകുക. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായം 24 മുതൽ 31 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ. ആഴ്ചയുടെ ആദ്യ ദിവസം യഹൂദരെ ഭയന്ന് ശിഷ്യന്മാരെല്ലാം കതകടച്ചിരിക്കെ ഉചിതനായ കർത്താവ് അവരെ ആദ്യമായി കണ്ടുമുട്ടിയ സന്ദർഭത്തിൽ ധൈര്യശാലിയായ തോമസ് ശിഷ്യ സമൂഹത്തോടു കൂടെ ഉണ്ടായിരുന്നില്ല എന്ന് യോഹന്നാൻ 20-24 വചനഭാഗത്തു നിന്നും വ്യക്തമാണ്. മറ്റു ശിഷ്യരെ പോലെ തങ്ങളുടെ പ്രിയപ്പെട്ട ഗുരുവിൻ്റെ മരണം തോമസിനെ ഭയപ്പെടുത്തി വീട്ടിലിരുത്തിയില്ല. നമുക്കും ഗുരുവിനോട് കൂടി പോയി മരിക്കാം എന്ന് യോഹന്നാൻ 11-16 തോമസ് പറഞ്ഞു വെക്കുമ്പോൾ ഉണ്ടായ അതേ ധൈര്യം, അതേ തീക്ഷ്ണത യേശുവിൻ്റെ കുരിശു മരണത്തിന് ശേഷവും ഗുരു കൂടെ ഇല്ലാത്തപ്പോഴും തോമസിനുണ്ട്. യേശുവിൻ്റെ കൂടെയുള്ളവന്, യേശുവിൻ്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്നവന് അനാവശ്യമായ ഭയവും പേടിയും വേണ്ട എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് തോമാസ് ശ്ലീഹായുടെ ജീവിതം. ബലപ്പെടുത്തുന്നവനായി, ശക്തിപ്പെടുത്തുന്നവനായി തമ്പുരാൻ കൂടെയുള്ളപ്പോൾ ആരെ, എന്തിനെ നാം ഭയപ്പെടണം? ഉദ്ധിതൻ്റെ കൈകളിലെ ആണിപ്പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരൽ ഇടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്താലല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല എന്ന വചനഭാഗം ഉദ്ധരിച്ച് തോമാസ് ശ്ലീഹായെ പലപ്പോഴും അവിശ്വാസിയും സംശയാലുവുമായി ചിത്രീകരിക്കുന്നവർ ഏറെയാണ്. യോഹന്നാൻ 20:20 വചനം പറയുന്നു, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് കർത്താവ് തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. ഉദ്ധിതൻ്റെ കൈകളും പാർശ്വവും കണ്ട് വിശ്വസിക്കുവാൻ മറ്റ് ശിഷ്യന്മാർക്ക് ലഭിച്ച അവസരം മാത്രമാണ് തോമാസ് ശ്ലീഹായും ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് ആവശ്യപ്പെടുന്നുള്ളൂ. യേശുവിൻ്റെ ഉദ്ധാനത്തെക്കുറിച്ചുള്ള സംശയമല്ല, മറിച്ച് ഉദ്ധിതനെ കാണുവാനുള്ള തീക്ഷ്ണമായ ആഗ്രഹമാണ് തോമാസ് ശ്ലീഹായുടെ ഈ വാക്കുകളിൽ നിഴലിക്കുന്നത്. യേശുവിൻ്റെ തിരുമുറിപ്പാടുകൾ കാണുന്ന നിമിഷം തന്നെ എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്നുള്ള സുവിശേഷത്തിലെ ഏറ്റവും ആഴമേറിയ ഹൃദയസ്പർശിയായ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ പ്രഖ്യാപനത്തിനാണ് തുടർന്നുള്ള വചനഭാഗത്ത് നാം സാക്ഷ്യം വഹിക്കുക. തോമാസ് ശ്ലീഹായെ പോലെ ക്രിസ്തുവിനെ എൻ്റെ വ്യക്തി ജീവിതത്തിൻ്റെ കർത്താവും ദൈവവുമായി ഏറ്റുപറയുവാനും ആ വിശ്വാസത്തെ പ്രതി കഷ്ടനഷ്ടങ്ങൾ സഹിക്കേണ്ടി വന്നാലും സഹനങ്ങളുടെ തീച്ചൂളയിൽ പരീക്ഷിക്കപ്പെട്ടാലും വിശ്വാസത്തിൽ നിലനിൽക്കുവാൻ എനിക്കാവുന്നുണ്ടോ എന്നുള്ളതാണ് തോമാസ് ശ്ലീഹ നമുക്കുയർത്തുന്ന വെല്ലുവിളി. മറ്റ് ശിഷ്യരെ പോലെ തനിക്കും ഉദ്ധിതൻ്റെ മുറിപ്പാടുകൾ കണ്ടു വിശ്വസിക്കണമെന്ന് ആഗ്രഹിച്ച തോമസിനെ 8 ദിവസങ്ങൾക്ക് ശേഷം ഉദ്ധിതൻ കണ്ടുമുട്ടുമ്പോൾ കൈകളിലെയും പാർശ്വത്തിലെയും മുറിപ്പാടുകൾ കാണിച്ചു കൊടുക്കുന്നുണ്ട് കർത്താവ് തോമസിന്. ക്രിസ്തുവിൻ്റെ മഹത്വപൂർണമായ ഉദ്ധാനത്തിലും അവൻ്റെ പീഡാനുഭവത്തിൻ്റെ അടയാളങ്ങളായ ആ മുറിപ്പാടുകൾ ബാക്കിയായിരുന്നു എന്നത് ഈ വചനഭാഗത്തു നിന്നും സ്പഷ്ടമാണ്. പ്രിയമുള്ളവരെ, ഉദ്ധിതനായ കർത്താവിലും അവൻ്റെ പീഡാനുഭവത്തിൻ്റെ ബാക്കിപത്രമെന്നോണം അവൻ്റെ മുറിപ്പാടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്കൊരു വലിയ ഓർമ്മപ്പെടുത്തലാണ്. കഷ്ടതകളും സഹനങ്ങളും പീഡനങ്ങളും ഒറ്റപ്പെടുത്തലുകളും ഉപേക്ഷിക്കലുകളും തള്ളിപ്പറയലുകളും നിറഞ്ഞ ദുഃഖവെള്ളികൾ മാത്രമേ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിലേക്ക്, സന്തോഷത്തിലേക്ക് നമ്മെ നയിക്കുകയുള്ളൂ എന്നുള്ള വലിയ ഒരു ഓർമ്മപ്പെടുത്തൽ. മഹത്വത്തിൻ്റെ ഉയർപ്പുകളിൽ നാം സന്തോഷിക്കുമ്പോൾ, നാം ആയിരിക്കുമ്പോൾ ജീവിതത്തിലെ കഷ്ടനഷ്ടങ്ങളുടെ ദുഃഖവെള്ളികളിൽ നൈരാശ്യത്തിലേക്ക് വഴുതി വീഴാതിരിക്കുവാനുള്ള വലിയ ഓർമ്മപ്പെടുത്തൽ. തോമാസ് ശ്ലീഹായുടെ ഭാരത സുവിശേഷവൽക്കരണത്തിൻ്റെ ഏറ്റവും സ്പഷ്ടമായ തെളിവുകളിലൊന്ന് 2000 വർഷങ്ങൾക്ക് ശേഷവും തീക്ഷ്ണതയോടെ ആ വിശ്വാസ പൈതൃകം പേറുന്ന ഒരു ക്രൈസ്തവ സമൂഹം ഇന്നും ഇവിടെയുണ്ട് എന്നുള്ളതാണെന്ന് സഭാചരിത്ര അധ്യാപകൻ പറഞ്ഞതോർക്കുന്നു. ആ വിശ്വാസ സമൂഹം രൂപപ്പെട്ടതോ ഉദ്ധിതനായ ക്രിസ്തുവിനെ കണ്ടുമുട്ടി ഉദ്ധിതനെ തൻ്റെ ദൈവവും കർത്താവുമായി ഏറ്റുപറഞ്ഞ തോമാസ് ശ്ലീഹായുടെ വിശ്വാസ അനുഭവത്തിൽ നിന്നും. തോമസിനെ പോലെ യേശുവിനെ ദൈവവും കർത്താവുമായി കൂടെയുള്ളവന്, ആ വിശ്വാസത്തിന് വേണ്ടി ഏതു ത്യാഗവും ഏറ്റെടുക്കുവാൻ തയ്യാറായി അവന്
ദൂരവും യാത്രയും വൻകരയും കടലും ഭാഷയും സംസ്കാരവും ഒന്നും ഒരു പ്രതിബന്ധമല്ല 1-ാം നൂറ്റാണ്ടിലും ഈ 21-ാം നൂറ്റാണ്ടിലും. തോമസ് ഉദ്ധിതനെ കണ്ടു വിശ്വസിച്ചുവെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ പൈതൃകം പേറുന്ന നമുക്ക് ഉദ്ധിതനെ കാണാതെ വിശ്വസിച്ച് ഭാഗ്യവാന്മാരാകാം. ഇന്നത്തെ തിരുവചനം പറയുന്നത് പോലെ. ആമേൻ.